കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രത്തിലെ പൊങ്കാല ഉത്സവത്തിന് ഏപ്രിൽ 3 മുതൽ തുടക്കമാകും. ഈ ദിവസങ്ങളിൽ ഭക്തജനത്തിന്റെ സുഗമമായ ദർശനത്തിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് ചെയർമാൻ എം രാധാകൃഷ്ണൻ നായർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രം ഈ 3-ാം തീയതി മുതൽ 9-ാം തീയതി വരെ എല്ലാ ദിവസവും ഭക്തജനങ്ങളുടെ സുദർശനത്തിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉത്സവത്തിന്റെ 1-ാം ദിനമായ ഏപ്രിൽ 3-ന് ഗുരുപൂജയോടുകൂടി ആരംഭിക്കുന്ന ചടങ്ങുകൾ ഉത്സവത്തിന്റെ 7-ാം ദിനം അവസാനിക്കും. 7-ാം ദിനമായ ഏപ്രിൽ 9-നാണ് ചരിത്ര പ്രസിദ്ധമായ കരിക്കകം പൊങ്കാല. രാവിലെ 9:40 ആരംഭിക്കുന്ന പൊങ്കാല ഉച്ചയ്ക്ക് 2:15 തർപ്പണത്തോടുകൂടി അവസാനിക്കും. വിശിഷ്ടമായ പൂജകൾ, അന്നദാന സദ്യ, പുറത്തെഴുന്നള്ളത്ത്, പൊങ്കാല, ഗുരുസി എന്നിവയും വിവിധ കലാപരിപാടികളും ഉത്സവത്തോടനുബന്ധിച്ച് ഉണ്ടാകും. ക്ഷേത്രത്തിൽ ട്രസ്റ്റ് അനുശാസിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ച് വ്രതമെടുക്കുന്ന ഭക്തരാണ് ദേവിയുടെ തേര് വലിക്കുന്നത്. തെക്കൻ കേരളത്തിൽ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രമേ രഥത്തിൽ പുറത്തെഴുന്നള്ളത്ത് നടക്കുന്നുള്ളൂ എന്ന പ്രത്യേകത കൂടി ഈ ക്ഷേത്ര ഉത്സവത്തിനുണ്ട്. കലാ, സാംസ്കാരിക, സാമൂഹിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രശസ്ത വ്യക്തികൾക്കായി കരിക്കകം ക്ഷേത്രം ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുള്ള കരിക്കകത്തമ്മ പുരസ്കാരം പ്രമുഖ വ്യവസായി ചെങ്കൽ രാജശേഖരൻ നായർക്ക് നൽകും. സാംസ്കാരിക സമ്മേളനവും ഉദ്ഘാടനവും കരിക്കകത്തമ്മ പുരസ്കാര സമർപ്പണവും സംസ്ഥാന ഗതാഗത വകുപ്പ് മന്ത്രി കെ പി ഗണേഷ് കുമാർ നിർവഹിക്കും. കലാപരിപാടികളുടെ ഉദ്ഘാടനം സിനിമാ താരം ജയസൂര്യയും നിർവഹിക്കും. ഏപ്രിൽ 3-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് ഗുരുപൂജയോടെ ഉത്സവം സമാരംഭിക്കുന്നു. അതിനുശേഷം 6 മണിക്ക് സാംസ്കാരിക സമ്മേളനവും കരിക്കകത്തമ്മ അവാർഡ് സമർപ്പണവും നിർവഹിക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ ബി ഗണേഷ് കുമാറാണ്. കലാപരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ശ്രീ ജയസൂര്യ, പ്രശസ്ത സിനിമാ നടൻ ജയസൂര്യ. ഉത്സവം പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചാകും നടത്തുക. സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി ക്ഷേത്ര പരിസരത്ത് പോലീസിന്റെയും എക്സൈസ് വകുപ്പിന്റെയും സംയുക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ കുറ്റമറ്റതാകുമെന്ന് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് നകുൽ ദേശ്മുഖ് അറിയിച്ചു. ഉത്സവ ദിനങ്ങളിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് സർവീസ് നടത്തുമെന്ന് KSRTC അറിയിച്ചു. പൊങ്കാല ദിവസം ജലവകുപ്പും കോർപ്പറേഷനും താൽക്കാലിക ടാങ്കുകൾ സ്ഥാപിച്ച് ജലവിതരണം നടത്തും. ആരോഗ്യവകുപ്പ് മെഡിക്കൽ ടീമിന്റെയും 2 ആംബുലൻസിന്റെയും സേവനം ഉറപ്പാക്കും. ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഹെൽത്ത് ഓഫീസറുടെ മേൽനോട്ടത്തിൽ വാർഡുകൾ കേന്ദ്രീകരിച്ച് സ്ക്വാഡുകൾ പ്രവർത്തിക്കും. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ എം രാധാകൃഷ്ണൻ നായർ, പ്രസിഡന്റ് K പ്രതാപചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. M5 ന്യൂസ്, തിരുവനന്തപുരം.